യോഗയെപ്പറ്റി എനിക്കറിയാവുന്നതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളെ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ മഞ്ജുനാഥ് സാർ. സാർ, വെൽക്കം ടു ദ ഷോ. നമസ്തേ രമേഷ്. നമസ്തേ. നമസ്തേ. എന്നിട്ട് ശേഷം സുഖമായിട്ട് പോകുന്നു. എന്താണ് യോഗ ഇത്രത്തോളം പ്രാധാന്യം നേടിയത് എന്ന് വെച്ചാൽ ഏത് പ്രായക്കാർക്കും ഏത് അവസ്ഥയിലുള്ളവർക്കും രോഗികൾക്കും എല്ലാവർക്കും യോഗ ചെയ്യാം. ആ വരുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അയാൾക്ക് ഇന്ന അസുഖമാണ് അല്ലെങ്കിൽ ഇന്ന ഇഞ്ചുറി ആണെങ്കിൽ അതിന് പറ്റുന്ന രീതിയിൽ ഇന്ന ഓർഗൻസ് ഇന്ന സിസ്റ്റം ഇന്ന മസിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പതുക്കെ 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 ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ശരിയാക്കാറുണ്ട്. ചോദിച്ചാൽ നമ്മുടെ ഈ ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള ഒരുപാട് പേർക്ക് അത് എഫക്റ്റ് ചെയ്യുന്നത്. അവർക്കൊക്കെ യോഗ എത്രത്തോളം ബെനിഫിഷ്യൽ ആയിരിക്കും? ഒരുപാട് ഉപകാരമുണ്ട് അവർക്ക് യോഗ എന്ന് വെച്ചാൽ ഞാൻ നാട്ടിൻപുറത്താണ്. ഞാൻ ടൗണിലേക്ക് ക്ലാസ് എടുക്കാനൊക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ. ഞാൻ പിന്നെ പുതിയ പുതിയ പേരുകൾ കേൾക്കുന്നുണ്ട്, ഡിക്ഷണറി ഇല്ലാത്ത വാക്കുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതിനൊക്കെ യോഗ നല്ലതാണ്, യോഗ ബെസ്റ്റാണ് എന്ന് വെച്ചാൽ അതും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വ്യക്തികളെ നമ്മൾ അറിയണം. ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ അവർക്ക് മെഡിറ്റേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങി ഓടിന്നിരിക്കും. അപ്പോൾ അവരെ നമ്മൾ അനലൈസ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ പഠിച്ചിട്ട് അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാം. കൂടുതൽ റിലാക്സേഷൻ, പ്രാണായാമ, ദെൻ ശവാസന പോലുള്ള സുഖമായിട്ടുള്ള പരിപാടികളൊക്കെ കൊടുത്ത് അവരെ പതുക്കെ പതുക്കെ തിരിച്ചു കൊണ്ടുവരാം.